ഭീകര സംഘടനകളായി മുദ്രകുത്തപ്പെട്ട സംഘങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം നീക്കാൻ കോടതിക്ക് അനുവാദം നൽകുന്ന നിയമത്തിന് സാധുത നൽകി റഷ്യ. പാർലമെന്റിന്റെ അധോസഭയായ സ്റ്റേറ്റ് ഡ്യൂമയിലാണ് നിയമം പാസ്സായത്. ഇതോടെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം, സിറിയയിലെ വിമതസഖ്യമായ HTS എന്നിവരുടെ നിരോധനം നീക്കിയേക്കും. ഇരുവരുമായി ഭാവിയിൽ റഷ്യ മികച്ച ബന്ധം തുടർന്നേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. 2003 ഫെബ്രുവരിയിലാണ് റഷ്യ ലോകത്തിലെ നിരോധിത ഭീകരവാദ സംഘടനകളുടെ പട്ടിക തയ്യാറാക്കിയത്. പട്ടികയിൽ അഫ്ഗാൻ താലിബാനെ ആദ്യ വർഷം തന്നെ റഷ്യ ഉൾപ്പെടുത്തി. HTS-നും 2020 പട്ടികയിൽപ്പെടുത്തി. 20 വർഷം നീണ്ട സൈനിക നടപടികൾക്ക് ശേഷം 2021 US സൈന്യം അഫ്ഗാനിൽ നിന്നും പിന്മാറിയതിനു പിന്നാലെ അധികാരം പിടിച്ചെടുത്ത താലിബാനുമായി റഷ്യ അടുത്ത ബന്ധം പുലർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യ താലിബാനുമായി ബന്ധം സ്ഥാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. റഷ്യയിലെ നിരോധിത ഭീകര ഗ്രൂപ്പുകളുടെ പട്ടികയിൽ നിന്ന് സിറിയൻ ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ-ഷാമിനെ നീക്കം ചെയ്യണമെന്ന് റഷ്യയിലെ മുസ്ലിം മേഖലയായ ചെച്ചിനിയുടെ നേതാവ് റംസാൻ ഖദിറോവ് ആവശ്യപ്പെട്ടതായെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ മാസം സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറിക്കാൻ HTS നേതൃത്വം നൽകിയിരുന്നു. സ്ഥിരത ഉറപ്പാക്കാനും മാനുഷിക ദുരന്തം തടയാനും പുതിയ സിറിയൻ അധികാരികളുമായി റഷ്യയ്ക്ക് ബന്ധം ആവശ്യമാണെന്ന് പുടിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഖാദിറോവ് പറഞ്ഞു. സിറിയയിലെ പുതിയ നേതൃത്വവുമായി റഷ്യ ബന്ധപ്പെടുന്നുണ്ടെന്ന് ക്രെംലിൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. മാത്രമല്ല, അവിടെ മെഡിറ്ററേനിയൻ ഒരു പ്രധാന സൈനിക അടിത്തറ നൽകുന്ന ഒരു എയർഫീൽഡിന്റെയും നാവികതാവളത്തിന്റെയും ഉപയോഗം നിലനിർത്താനും കൂടിയാണ് പുടിന്റെ വേറിട്ട നീക്കം. പുതിയ നിയമമനുസരിച്ച് തീവ്രവാദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം സംഘടന അവസാനിപ്പിച്ചാൽ ഭീകരവാദ സംഘടനയുടെ ലിസ്റ്റിൽ നിന്ന് താലിബാനെ നീക്കം ചെയ്യാം. 2023 ഫെബ്രുവരിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളുടെ ആദ്യ ബാച്ചിൽ താലിബാൻ ഉണ്ടായിരുന്നു. സിറിയയുടെ HTS-നെ 2020 ഭീകര സംഘടനയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അസദിന്റെ പതനത്തോടെ റഷ്യയ്ക്ക് ഒരു പ്രധാന സഖ്യകക്ഷിയാണ് മധ്യേഷ്യയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ തങ്ങൾക്ക് വ്യക്തമായ മേധാവിത്വം കൂടുതൽ സ്ഥിരപ്പെടുത്തുന്നതിനായി റഷ്യ മുന്നിട്ടിറങ്ങിയ കാഴ്ചയാണ് കാണാനായത്. ഇതിന്റെ ഭാഗമായാണിപ്പോൾ അഫ്ഗാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കാൻ റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് പുറത്തൊരു ഹോളിൽ തോക്കുധാരികൾ 145 പേരെ കൊലപ്പെടുത്തിയിരുന്നു. സംഘത്തിന്റെ അഫ്ഗാൻ ശാഖയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസർ ആണ് ഉത്തരവാദിയെന്ന് രഹസ്യാന്വേഷണ വിവരം ലഭിച്ചതായി അന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സാന്നിധ്യം തുടച്ചു നീക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് താലിബാനും അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സിറിയയുടെ പുതിയ ഭരണകൂടവുമായി ബന്ധമുണ്ടാക്കണമെന്നും ഇനിയൊരു കലാപത്തിലേക്ക് രാജ്യം ചെന്നു വീഴാതെ സ്ഥിരത ഉറപ്പാക്കുന്നതിനുമാണിതെന്നും റഷ്യയുടെ മുസ്ലിം മേഖലയായ ചെച്ചിനിയിൽ നിന്നുള്ള നേതാവ് റംസാൻ ഖാദിറോവ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ മുതൽ മധ്യപൂർവ്വദേശം വരെ പല രാജ്യങ്ങളിലെയും ഭീകര സംഘടനയിൽ നിന്ന് ശക്തമായ ഭീഷണി റഷ്യ നേരിടുന്നുമുണ്ട്. അസദിന്റെ വീഴ്ചയോടെ ആ മേഖലയിലെ പ്രധാന സഖ്യകക്ഷിയാണ് നഷ്ടമായത്. കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ നാവിക വ്യോമ താവളങ്ങൾ സ്ഥാപിച്ച അമേരിക്കൻ മേധാവിത്വത്തെ നേരിടുകയായിരുന്നു റഷ്യ. പുതിയ നേതൃത്വവുമായി ബന്ധം സ്ഥാപിക്കാനാണ് റഷ്യയുടെ ശ്രമം. അങ്ങനെ വന്നാൽ ഈ നാവിക വ്യോമ താവളങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞേക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.